വെൽക്കം ബാക്ക് ടു ക്ലബ് FM. ഇത് ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. ബർത്ത്ഡേയ്സും ആനിവേഴ്സറീസും ഒക്കെ സ്പെഷ്യൽ ഡേയ്സാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾ നമ്മളെ വിഷ് ചെയ്യണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും. എന്നാൽ ഞാനൊരു സിറ്റുവേഷൻ പറയാം. ഇമാജിനറി സിറ്റുവേഷനാണ്. കഷ്ടകാലത്തിന് ഇയാൾ ആ ദിവസം മറന്നുപോയി. നമ്മളെന്താ ചെയ്യുക? മറന്നുപോയി, ഇനി വഴക്കുണ്ടാക്കിയിട്ട് എന്താ കാര്യം? ക്ഷമിച്ചേക്കാന്ന് വയ്ക്കും. നമ്മളിങ്ങനെ ക്ഷമിച്ചിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വേറൊരു കാഴ്ച നമ്മൾ കാണുക. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ലവർ ഒരുപാട് കാലം പ്രിപ്പയർ ചെയ്തിട്ട് ഒരു സർപ്രൈസ് പാർട്ടിയൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സർപ്രൈസ് ഗിഫ്റ്റ്. എന്തായിരിക്കും നമുക്ക് തോന്നുന്നത്? അതുവരെ ക്ഷമിച്ച കാര്യങ്ങളെല്ലാം തിരിച്ചു വരും. ഹാർട്ടിൻ്റെ റിക്ടർ സ്കെയിലിൽ റീഡിങ് നമുക്ക് വായിക്കാൻ പറ്റാത്ത ലെവലിലേക്കാവും. പലപ്പോഴും പ്രശ്നം ഇതാ, നമുക്ക് പലതും ക്ഷമിക്കാൻ പറ്റും, പക്ഷെ മനസ്സല്ലേ അറിയാതെ മറ്റവന് അല്ലെങ്കിൽ മറ്റവർക്ക് കിട്ടിയ കാര്യങ്ങൾ കമ്പയർ ചെയ്തു പോവും. ഇങ്ങനെയാണ് പല ബന്ധങ്ങളിലും പ്രശ്നങ്ങളുണ്ടാവുന്നത്. ഇങ്ങനൊരു പൊട്ടിത്തെറി പേടിച്ചിട്ടേ ഞങ്ങളുടെ ഓഫീസിലെ ഒരാൾ രാത്രി അടച്ച കട തുറപ്പിച്ച് ഗിഫ്റ്റ് മേടിച്ച് വൈഫിന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ എന്തെങ്കിലും? ഇങ്ങനൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടോ? അതെന്നോടൊന്ന് പറയോ. ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ കേട്ടുകൊണ്ടിരിക്കണം ലവ് ബൈറ്റ്സ്. എൻ്റെ റീനുവിൻ്റെ കൂടെ ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ടൺ കണക്കിന് ഫണ്ണും ടൺ കണക്കിന് ലവുമായി ക്ലബ് FMൽ ഇത് ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 6 വർഷമായി. അവളും അവളുടെ ഹസ്ബൻഡും മീറ്റ് ചെയ്തത് 9 വർഷങ്ങൾക്ക് മുമ്പാട്ടോ. ഒരു ഫെബ്രുവരി 18 ഇവർ മീറ്റ് ചെയ്തത്. പിന്നെ എല്ലാ ഫെബ്രുവരി 18 ഇവർ ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യും. ഈ കഴിഞ്ഞ 9 വർഷവും ഇവർ ഈ ദിവസം മറന്നുപോയിട്ടില്ല. ഈ 9 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. സാധാരണ എല്ലാവരും പറയും ഓരോ വർഷം കഴിയുന്തോറും പ്രണയം കുറഞ്ഞു പോവും, അവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവും, ഒത്തിരി മുന്നോട്ട് പോവില്ല, എല്ലാ സ്പെഷ്യൽ ഡേയ്സും മറന്നു പോകുന്നു. പക്ഷെ ഇത് നോക്കിയേ, ശരിക്കും ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിൽ, പ്രണയം ഉണ്ടെങ്കിൽ നമ്മളിതൊന്നും മറന്നു പോകത്തില്ല. മാത്രമല്ല, വർഷങ്ങൾ കൂടുന്തോറും ആ പ്രണയം വളരുകയേ ഉള്ളൂ, അല്ലേ? ഞാനീ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ? യോജിച്ചേ പറ്റൂ, അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FMൽ ലവ് ബൈറ്റ്സ്. എൻ്റെ റീനുവിൻ്റെ കൂടെ. ടൺ കണക്കിന് ഫണ്ണും ടൺ കണക്കിന് ലവുമായി ക്ലബ് FMൽ ഇത് ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. എൻ്റെ കൂടെ രജീഷ് വന്നിട്ടുണ്ട് കേട്ടോ. രജീഷ്, ബർത്ത്ഡേക്ക് ലവറിന് കൊടുത്ത സർപ്രൈസ് എന്താ? കാർഡ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരു കാർഡാണോ സർപ്രൈസ്? അതെ, കറക്റ്റ് ടൈമിന് ഞാൻ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഭയങ്കര ട്രാജഡിയിലാണ്. എന്ത് പറ്റി? ഇപ്പൊ ഹൗസ് അറസ്റ്റിലാണ് ശരിക്കും പറഞ്ഞാല്. അയ്യോ, എല്ലാവരും അറിഞ്ഞു. ഈ കാർഡിന് ശേഷമാണോ എല്ലാരും അറിഞ്ഞത്? കാർഡൊക്കെ അയച്ചതിന് ശേഷമാണ് അറിഞ്ഞത്. ഇപ്പൊ കോണ്ടാക്ട് ഒന്നും ഇല്ല. അയ്യോ, അപ്പൊ ഇനി എന്താ ചെയ്യാ? എന്താ ചെയ്യാന്നൊരു പിടിയില്ല. അപ്പൊ ഇത് നമ്മള് കേൾക്കുമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. ആണോ? ബർത്ത്ഡേ മറന്നുപോയ ഫ്രണ്ട്സിന്റെ വല്ലോ കഥകളും അറിയോ? പിന്നെ കുറെ നാളത്തേക്ക് പ്രശ്നമായിരിക്കുള്ളൂ. മിണ്ടലില്ല, വിളിയില്ല, അടി. കാരണം ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. വിളിച്ചാൽ തന്നെ ഒന്നും മിണ്ടാറില്ല, മെസ്സേജ് അയക്കില്ല. പിന്നെ പുറകെ കിടന്ന് സോപ്പിട്ട്. നമ്മളല്ലേ പെട്ടിട്ടില്ല. ഭാഗ്യം. ഉറക്കൊഴിച്ചിരുന്ന് 12 മണിയാകുമ്പോ മെസ്സേജ് അയക്കും. ഇനി ആ പ്രണയം നമുക്ക് നഷ്ടപ്പെടണ്ട. അതെ അതെ, നഷ്ടപ്പെടാൻ പാടില്ല. ഓക്കെ, ഇതുപോലെ ക്ലബ് FMലെ ലവ് ബൈറ്റ്സിലൂടെ സംസാരിക്കണം. എന്നാൽ 56070 ഇപ്പോൾ തന്നെ ഒരു മെസ്സേജ് അയച്ചോ. ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ പേര്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ബർത്ത്ഡേ വിഷ് ചെയ്യണോ, ആനിവേഴ്സറി വിഷ് ചെയ്യണോ, ഇതിലൊക്കെ കാര്യമുണ്ടോയെന്ന്. പക്ഷേ നമ്മളത് ആഗ്രഹിക്കുന്നതിന് പിന്നിൽ വേറൊരു കാര്യം കൂടിയില്ലേ? നമുക്ക് വേണ്ടി അയാൾ അത്രയും സമയം മാറ്റി വെക്കുന്നു,
നമുക്ക് വേണ്ടി മാത്രം അയാൾ ചിന്തിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ്, അത് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഈ വിഷൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ പ്രണയത്തിലായിരിക്കുന്ന എല്ലാവരോടും ഞാനൊരു കാര്യം പറയട്ടെ, ഒരു ബർത്ത്ഡേക്കോ ആനിവേഴ്സറിക്കോ ഒന്നും വേണ്ടി നമ്മൾ കാത്തിരിക്കണമെന്നില്ല. പ്രണയിക്കുമ്പോൾ എല്ലാ ദിവസവും സ്പെഷ്യലാക്കാം. അതിന് വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, ചെറിയ ചില ജസ്റ്റേഴ്സ് മതി. അയാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്തു കൊടുക്കുക, അയാളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക, അയാളുടെ കൂടെ നിൽക്കുക, അത്രയൊക്കെ മതി പ്രണയം വളരാനായിട്ട്, അല്ലേ? അല്ലാതെ 300 ദിവസവും വഴക്കുണ്ടാക്കിയിട്ട് ഒരു 5 ദിവസം സെലിബ്രേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ നിന്ന് ഇന്ന് രാത്രി ഇത്രയൊക്കെ പറഞ്ഞ് ഞാൻ റീണു പോവാ. നാളെ രാത്രി തിരിച്ചു വരും. ടിൽ ദെൻ ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്.